ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം അധ്യായങ്ങൾ 49-50, പുറപ്പാട് പുസ്തകം അധ്യായം 1 മുതൽ 3 വരെയും, സങ്കീർത്തനങ്ങൾ അധ്യായം 49 മുതൽ 54 വരെയും. ഉൽപ്പത്തി അധ്യായം 49. യാക്കോബിന്റെ അനുഗ്രഹം. യാക്കോബ് തന്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, ഒന്നിച്ചുകൂടുവിൻ, വരും കാലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ, ഒന്നിച്ചുകൂടി കേൾക്കുവിൻ. നിങ്ങളുടെ പിതാവായ ഇസ്രായേലിനെ ശ്രദ്ധിക്കുവിൻ. റൂബൻ, നീ എൻ്റെ ആദ്യജാതനാണ്, എൻ്റെ ശക്തിയും എൻ്റെ പൗരുഷത്തിൻ്റെ ആരംഭവും, പ്രാഗൽഭ്യത്തിൻ്റെ മഹത്വവും ശക്തിയുടെ മഹത്വവും. വെള്ളം പോലെ അസ്ഥിരനായ നീ പ്രഥമസ്ഥാനീയനാകില്ല. എന്തെന്നാൽ നീ നിന്റെ പിതാവിൻ്റെ കിടക്കയിൽ കയറി. അതെ, എൻ്റെ ശയ്യ നീ അശുദ്ധമാക്കിയ കയറ്റം. ശിമെയോനും ലേവിയും സഹോദരന്മാരാണ്. അവരുടെ വാളുകൾ അക്രമത്തിന്റെ ആയുധങ്ങളാണ്. അവരുടെ ഗൂഢാലോചനയിൽ എൻ്റെ ആത്മാവ് പങ്കുകൊള്ളാതിരിക്കട്ടെ. അവരുടെ സമ്മേളനത്തിൽ എൻ്റെ മഹത്വം ചേരാതിരിക്കട്ടെ. എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യനെ കൊന്നു. തങ്ങളുടെ സ്വാർത്ഥ സന്തോഷത്തിന് അവർ കാളകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി. ശക്തമായിരുന്നതുകൊണ്ട് അവരുടെ കോപവും ഉഗ്രമായിരുന്നതുകൊണ്ട് അവരുടെ ക്രോധവും ശപിക്കപ്പെടട്ടെ. ഞാൻ അവരെ യാക്കോബിൽ വീതം വയ്ക്കും, ഇസ്രായേലിൽ ഞാൻ അവരെ ചിതറിക്കുകയും ചെയ്യും. നീയോ യൂദ, നിന്റെ സഹോദരന്മാർ നിന്നെ അംഗീകരിക്കും. നിന്റെ കൈ എൻ്റെ ശത്രുക്കളുടെ പിടലിയിലായിരിക്കും. നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്നെ കുമ്പിടും. യൂദ ഒരു യുവസിംഹമാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് ഉയർന്നു വരുന്നു. അവനൊരു സിംഹത്തെ പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങി വിശ്രമിക്കുന്നു. അവനെ ആരുണർത്തും? യൂദായിൽ നിന്ന് ചെങ്കോൽ വിട്ടകലുകയില്ല. അധികാരദണ്ഡ് അവൻ്റെ പാദങ്ങൾക്കിടയിൽ നിന്നും. അവൻ ഷീലോയിൽ വന്നെത്തുന്നതുവരെ ജനങ്ങളുടെ അനുസരണം അവന് സ്വന്തമായിരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിൽ കെട്ടിയിടും, തൻ്റെ കഴുതക്കുട്ടിയെ ദ്രാക്ഷാവള്ളിയിലും. അവൻ തൻ്റെ ഉടുമ്പ് മുന്തിരിച്ചാറിൽ കഴുകും, തൻ്റെ മേലങ്കി ദ്രാക്ഷാരസത്തിലും. വീഞ്ഞിനേക്കാൾ തിളക്കമുള്ള കണ്ണിണ, പാലിനേക്കാൾ വെളുത്ത ദ്രംഷ്ട്രദയം. സെബുലൂൺ ആകട്ടെ കടൽ തീരത്ത് വസിക്കും. അവൻ കപ്പലുകൾക്ക് തീരമായിരിക്കും. സീദോനുമേലും അവൻ്റെ അതിർത്തിയായിരിക്കും. ഇസാക്കർ എല്ലുള്ള ഒരു കഴുതിയാണ്. അവൻ 2 ആലകൾക്കിടയിൽ വിശ്രമിക്കുന്നു. വിശ്രമസ്ഥലം നല്ലതെന്ന് അവൻ കണ്ടു, ദേശം മനോഹരമാണെന്നും. അതുകൊണ്ട് അവൻ ചുമടെടുക്കാൻ തൻ്റെ ചുമൽ കുനിച്ചു. കൂലിവേല ചെയ്യുന്ന ഒരു കരാറ് പണിക്കാരനായി ദാൻ സ്വജനത്തിന് ന്യായം നടത്തിക്കൊടുക്കും. ഇസ്രായേലിലെ ഗോത്രങ്ങളിലൊന്നിനെ പോലെ ദാൻ വഴിവെക്കിൽ സർപ്പമായിരിക്കട്ടെ, പാതയോരത്ത് അണലിയും. അവൻ കുതിരയുടെ കുതികാലുകൾ കടിക്കും. കുതിരക്കാരൻ മലർന്നു വീഴുകയും ചെയ്യും. കർത്താവെ, ഞാൻ അങ്ങയുടെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. ഗാദിനെ പറ്റി, കവർച്ചക്കാർ അവനെ കൊള്ളയടിക്കും, എന്നാൽ അവൻ പതിയിരുന്ന് ആക്രമിക്കും. ആഷേറിനെ പറ്റി, അവൻ്റെ ആഹാരം സമ്പുഷ്ടമായിരിക്കും. രാജാവിനുള്ള വിശിഷ്ട വിഭവങ്ങൾ അവൻ പ്രദാനം ചെയ്യും. നഫ്താലി സ്വച്ഛതയുള്ള ഒരു പേടമാനാണ്. അവൻ മൃദുലോക്തികൾ പൊഴിക്കുന്നു. ജോസഫ് ഒരു ഫലവൃക്ഷകുമാരനാണ്, നീരുറവയ്ക്ക് മീതെയുള്ള ഫലവൃക്ഷകുമാരൻ. ശാഖാകുമാരികൾ മതിലിനു മീതെ പന്തലിക്കുന്നു. വില്ലാളി വീരന്മാർ അമ്പെയ്ത് അവനെ തിക്തതയിലാഴ്ത്തി. അവർ അവനോട് ശത്രുത പുലർത്തി, എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. അവൻ്റെ കൈപ്പത്തികൾ അയവുള്ളതായി. യാക്കോബിന്റെ ശക്തനായവന്റെ കൈകളിൽ നിന്ന്, ഇസ്രായേലിന്റെ പാറയായ ഇടയനുള്ള ഇടത്തു നിന്ന്, നിന്നെ സഹായിക്കുന്ന നിന്റെ പിതാവിന്റെ ദൈവത്തിൽ നിന്ന്, നിന്നെ അനുഗ്രഹിക്കുന്ന സർവശക്തനോടൊത്ത് ഉന്നതത്തിൽ നിന്ന്, ആകാശങ്ങളുടെ അനുഗ്രഹങ്ങൾ, അഗാധത്തിൽ വിശ്രമിക്കുന്ന ആഴത്തിന്റെ അനുഗ്രഹങ്ങൾ, മാറിടത്തിന്റെയും ഉദരത്തിന്റെയും അനുഗ്രഹങ്ങൾ, നിന്റെ പിതാവിന്റെ അനുഗ്രഹങ്ങൾ, എൻ്റെ പർവ്വതങ്ങളുടെ അനുഗ്രഹങ്ങൾക്കുമേൽ നിത്യശൃംഗങ്ങളുടെ സീമ വരെ വളരുന്നു. അവ ജോസഫിന്റെ ശിരസിലായിരിക്കട്ടെ, സ്വസഹോദരരുടെ നേതാവിന്റെ മൂർധാവിൽ തന്നെ. ബെഞ്ചമിൻ ആർത്തിയുള്ള ഒരു ചെന്നായയാണ്. അവൻ രാവിലെ കൊള്ളയടിക്കുകയും വൈകുന്നേരം കവർച്ച മുതൽ പങ്കിടുകയും ചെയ്യും. ഇവരെല്ലാമാണ് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ. അവരുടെ പിതാവ് അവരോട് പറഞ്ഞതാണിത്. അദ്ദേഹം അവരെ പ്രത്യേകം അനുഗ്രഹിച്ചു. തന്റെ സംപ്രീതിക്കനുസൃതം അവരെ അനുഗ്രഹിച്ചു. യാക്കോബിന്റെ മരണവും സംസ്കാരവും. അദ്ദേഹം അവരോട് കൽപ്പിച്ചരുളി, ഞാൻ എൻ്റെ ജനത്തോട് ചേരുകയാണ്. എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് ഹിത്യനായ എഫ്രോണിന്റെ പറമ്പിലുള്ള ഗുഹയിൽ എന്നെ സംസ്കരിക്കണം. കാനാൻ ദേശത്ത് മാമ്രയ്ക്ക് മുമ്പിലായി മക്പെലായുടെ പറമ്പിലുള്ള ആ ഗുഹയിൽ തന്നെ. അബ്രാഹം കല്ലറയ്ക്കുള്ള അവകാശമായി ഹിത്യനായ എഫ്രോണിൽ നിന്ന് വാങ്ങിയതാണ് ആ പറമ്പ്.
അബ്രാഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത്. അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ റെബേക്കായെയും സംസ്കരിച്ചത്. ഞാൻ ലേയായെ സംസ്കരിച്ചതും അവിടെ തന്നെ. ആ പറമ്പിൻ്റെയും അതിലുള്ള ഗുഹയുടെയും കൈവശാവകാശം ഹിത്യരുടെ പക്കൽ നിന്നുള്ളതാണ്. ഞാൻ പുത്രന്മാരോട് കൽപ്പിക്കാനുള്ളത് പൂർത്തിയാക്കി. യാക്കോബ് തൻ്റെ കാലുകൾ കിടക്കയോട് ചേർത്തു. അദ്ദേഹം അന്ത്യശ്വാസം വലിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു. ഉൽപ്പത്തി അധ്യായം 50. ജോസഫ് തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് വീണു. അദ്ദേഹത്തെ പ്രതി വിലപിക്കുകയും അദ്ദേഹത്തെ ചുംബിക്കുകയും ചെയ്തു. ജോസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് തൻ്റെ പിതാവിനെ സുരഭീകരിക്കാൻ ആജ്ഞാപിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിനെ തൈലം പൂശി. 40 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി അവർ അത് പൂർത്തിയാക്കി. കാരണം അങ്ങനെയാണ് അവർ സുരഭീകരണ ദിനങ്ങൾ പൂർത്തിയാക്കിയിരുന്നത്. ഈജിപ്തുകാർ 70 ദിവസം അദ്ദേഹത്തെ പ്രതി വിലപിച്ചു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള വിലാപ ദിനങ്ങൾ പിന്നിട്ടപ്പോൾ ജോസഫ് ഫറവോയുടെ കുടുംബത്തോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ദൃഷ്ടികളിൽ ഞാൻ സംപ്രീതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഫറവോയുടെ ചെവികളിൽ ഇപ്രകാരം ഉണർത്തിച്ചാലും. എൻ്റെ പിതാവ് എന്നെക്കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യിച്ചിരുന്നു. ഇതാ ഞാൻ മരിക്കാറായി. എനിക്ക് വേണ്ടി ഞാൻ കാനാൻ ദേശത്ത് തയ്യാറാക്കിയിരിക്കുന്ന എൻ്റെ കല്ലറയിൽ തന്നെ നീ എന്നെ സംസ്കരിക്കണം എന്നാണ് അവൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് തിരിച്ചു വരട്ടെ. ഫറവോ പറഞ്ഞു: അദ്ദേഹം നിന്നെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചതനുസരിച്ച് നീ പോയി നിന്റെ പിതാവിനെ സംസ്കരിക്കുക. അങ്ങനെ ജോസഫ് തൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ പോയി. അവനോടൊപ്പം ഫറവോയുടെ എല്ലാ ദാസന്മാരും അവൻ്റെ വീട്ടിലെ കാരണവന്മാരും ഈജിപ്റ്റ് ദേശത്തെ എല്ലാ മുതിർന്നവരും പോയി. കൂടാതെ ജോസഫിൻ്റെ കുടുംബം മുഴുവനും അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതാവിൻ്റെ കുടുംബവും. തങ്ങളുടെ കുട്ടികളെയും ആടുമാടുകളെയും മാത്രമേ അവർ ഗോഷൻ ദേശത്ത് നിർത്തിയുള്ളൂ. രഥവും കുതിരക്കാരും അവനോടൊപ്പം പോയി. അങ്ങനെ ആ വ്യൂഹം അതിസാന്ദ്രമായിരുന്നു. ജോർദാൻ അക്കരെയുള്ള അത്താദിയിലെ മെതിക്കളം വരെ അവർ എത്തി. അവിടെ അവർ വിപുലവും അതിതീവ്രവുമായ ഒരു ദുഃഖാചരണം നടത്തി. അവൻ 7 ദിവസം തന്റെ പിതാവിനു വേണ്ടി വിലാപം അനുഷ്ഠിച്ചു. അന്നാട്ടിൽ നിവസിച്ചിരുന്ന കാനാൻകാർ അത്താദിന്റെ മെതിക്കളത്തിൽ നടന്ന വിലാപം കണ്ടപ്പോൾ പറഞ്ഞു: ഇത് ഈജിപ്തുകാർക്ക് ഗൗരവമേറിയ ഒരു വിലാപം തന്നെ. അതുകൊണ്ട് ജോർദാൻ അക്കരെയുള്ള ആബേൽ മിസ്രയീം എന്ന് അതിനെ പേര് വിളിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പുത്രന്മാർ തങ്ങളോട് കൽപ്പിച്ചിരുന്ന പോലെ തന്നെ അദ്ദേഹത്തിനായി പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ പുത്രന്മാർ അദ്ദേഹത്തെ കാനാൻ ദേശത്തേക്ക് സംവഹിച്ചു. മക്പെലായുടെ പറമ്പിലെ ഗുഹയിൽ അവർ അദ്ദേഹത്തെ സംസ്കരിച്ചു. അബ്രാഹാം മമ്രേക്ക് മുമ്പിലായി ഹിത്യനായ എഫ്രോണിൽ നിന്ന് കല്ലറയ്ക്കുള്ള അവകാശമായി വാങ്ങിയതാണ് ആ പറമ്പ്. തന്റെ പിതാവിനെ സംസ്കരിച്ച ശേഷം ജോസഫ് അവനും അവന്റെ സഹോദരന്മാരും അവന്റെ പിതാവിനെ സംസ്കരിക്കാനായി അവനോടുകൂടെ ഇറങ്ങിത്തിരിച്ച എല്ലാവരും ഈജിപ്തിലേക്ക് മടങ്ങി. ജോസഫിന്റെ ഹൃദയവിശാലത. തങ്ങളുടെ പിതാവ് മരിച്ചെന്ന് കണ്ട് ജോസഫിന്റെ സഹോദരന്മാർ പറഞ്ഞു: ഇനി മിക്കവാറും ജോസഫ് നമ്മെ വെറുക്കുകയും നാം അവനോട് ചെയ്ത ദ്രോഹത്തിനെല്ലാം നമ്മോട് നിശ്ചയമായും പകരം വീട്ടുകയും ചെയ്യും. അവർ ജോസഫിന് ഇപ്രകാരം ഒരു സന്ദേശം നൽകി: അങ്ങയുടെ പിതാവ് തന്റെ മരണത്തിനു മുമ്പ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു. ജോസഫിനോട് നിങ്ങൾ ഇപ്രകാരം പറയണം: ദയയുണ്ടാകണമേ, അങ്ങയുടെ സഹോദരന്മാരുടെ അതിക്രമവും പാപവും സദയം ക്ഷമിക്കണമേ. എന്തെന്നാൽ അവർ അങ്ങയോട് ദ്രോഹം ചെയ്തു. എന്നാൽ ഇപ്പോൾ അങ്ങയുടെ പിതാവിന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ അതിക്രമം സദയം പൊറുക്കണമേ. തന്നോട് അവർ പറഞ്ഞതിനെ പ്രതി ജോസഫ് കരഞ്ഞുപോയി. പിന്നീട് അവന്റെ സഹോദരന്മാർ തന്നെ വന്ന് അവന്റെ മുമ്പിൽ വീണു. അവർ പറഞ്ഞു: ഇതാ, ഞങ്ങൾ അങ്ങേക്ക് അടിമകളാണ്. ജോസഫ് അവരോട് പറഞ്ഞു: നിങ്ങൾ പേടിക്കേണ്ട. ഞാനെന്താ ദൈവത്തിന്റെ സ്ഥാനത്താണോ? നിങ്ങൾ എനിക്കെതിരെ തിന്മ വിഭാവനം ചെയ്തു. ദൈവമാകട്ടെ അത് നന്മയ്ക്കായി പരിഗണിച്ചു. ഒരു വലിയ ജനത്തിന്റെ ഇന്നത്തെ പോലുള്ള ജീവസന്ധാരണത്തിന് വേണ്ടിയാണ് അവിടുന്ന് പ്രവർത്തിച്ചത്. ആകയാൽ ഇപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. അങ്ങനെ അവൻ അവരെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും അവരോട് ഹൃദ്യമായി സംസാരിക്കുകയും ചെയ്തു. ജോസഫിന്റെ മരണം. ജോസഫ് അവന്റെ പിതാവിന്റെ കുടുംബത്തോടൊപ്പം ഈജിപ്തിൽ പാർത്തു. ജോസഫ് 110 വർഷം ജീവിച്ചു. എഫ്രായിമിന്റെ 3-ാം തലമുറയിലെ മക്കളെ ജോസഫ് കണ്ടു. മനാസയുടെ മകനായ മാക്കീറിന്റെ കുഞ്ഞുങ്ങളും ജനിച്ചത് ജോസഫിന്റെ മുട്ടുകളിലാണ്. ജോസഫ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു: ഞാൻ മരിക്കുകയാണ്, എന്നാൽ ദൈവം നിങ്ങളെ തീർച്ചയായും സന്ദർശിക്കും. അവിടുന്ന് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് ദൈവം നിങ്ങളെ തീർച്ചയായും സന്ദർശിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം.
എന്ന് പറഞ്ഞ് ജോസഫ് ഇസ്രായേലിന്റെ പുത്രന്മാരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു. 110 വർഷം പ്രായമായപ്പോൾ ജോസഫ് മരിച്ചു. അവർ അവനെ സുരഭീകരിച്ച് ഒരു പേടകത്തിൽ ഈജിപ്തിൽ സൂക്ഷിച്ചു. പുറപ്പാട് അധ്യായം 1. ഈജിപ്തിലെ അടിമത്തം. ഇസ്രായേല്യരിലെ ഓരോരുത്തരും അവനവന്റെ കുടുംബവും യാക്കോബിനോടൊപ്പം ഈജിപ്തിലേക്ക് വന്നു. അവരുടെ പേരുകൾ ഇവയാണ്: റൂബൻ, ഷിമെയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബുലൂൻ, ബെഞ്ചമിൻ, ദാൻ, നഫ്താലി, ഗാദ്, ആഷേർ. യാക്കോബിൽ നിന്ന് തന്നെ ഉടലെടുത്ത ആളുകൾ ആകെ 70 പേരായിരുന്നു. ജോസഫ് ആകട്ടെ ഈജിപ്തിലായിരുന്നു. ജോസഫും അവന്റെ എല്ലാ സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു. ഇസ്രായേല്യർ പെറ്റുപെരുകി അവർ വർദ്ധിച്ച് വളരെയധികം ശക്തി പ്രാപിച്ചു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ജോസഫിനെ അറിയാത്ത ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഉയർന്നു വന്നു. അവൻ തന്റെ ജനത്തോട് പറഞ്ഞു, ഇതാ, ഇസ്രായേല്യ ജനം നമ്മേക്കാൾ വലുതും പ്രബലവുമാണ്. വരൂ, അവൻ പെരുകാതിരിക്കാൻ നമുക്ക് അവനോട് കൗശലം പ്രയോഗിക്കാം. അല്ലെങ്കിൽ ഒരു യുദ്ധം നേരിടേണ്ടി വന്നാൽ അവൻ നമ്മെ വെറുക്കുന്നവരോട് ചേർന്ന് നമുക്കെതിരെ പൊരുതുകയും രാജ്യത്തു നിന്ന് വിട്ടുപോവുകയും ചെയ്തേക്കാം. തങ്ങളുടെ കഠിന ജോലികൾ കൊണ്ട് അവനെ ഞെരുക്കാൻ നിർബന്ധിത വേലകൾക്കുള്ള കങ്കാണിമാരെ അവർ അവന്റെ മേൽ നിയമിച്ചു. അങ്ങനെ അവൻ ഫറവോയ്ക്ക് വേണ്ടി പിത്തോം, റംസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു. എന്നാൽ അവർ അവനെ എത്രമാത്രം പീഡിപ്പിച്ചുവോ അത്രയ്ക്ക് അവൻ പെരുകുകയും അതനുസരിച്ച് അവൻ വ്യാപിക്കുകയും ചെയ്തു. ഇസ്രായേല്യർ നിമിത്തം അവർ പരിഭ്രാന്തരായി. ഈജിപ്തുകാർ ഇസ്രായേല്യരെ ദണ്ഡനം കൊണ്ട് അടിമവേല ചെയ്യിച്ചു. കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള കഠിന ജോലി കൊണ്ടും വയലിലെ ജോലിയെല്ലാം കൊണ്ടും അവരുടെ ജീവിതങ്ങൾ അവർ കൈപ്പുള്ളതാക്കി. അക്കൂട്ടരുടെ ഇടയിൽ അവർ ചെയ്ത ഓരോ അടിമവേലയും കാഠിന്യമുള്ളതായിരുന്നു. ഈജിപ്ത് രാജാവ് ഹെബ്രായ സ്തുതികർമ്മിണികളോട് സംസാരിച്ചു. അതിൽ ഒരുവളുടെ പേര് ഷിഫ്ര, രണ്ടാമത്തവളുടെ പേര് പൂവ. അവൻ പറഞ്ഞു, നിങ്ങൾ ഹെബ്രായ സ്ത്രീകളുടെ പ്രസവം എടുക്കുമ്പോൾ ലിംഗവ്യത്യാസം ശ്രദ്ധിക്കണം. പുത്രനാണെങ്കിൽ അവനെ വധിക്കണം, പുത്രിയാണെങ്കിൽ അവൾ ജീവിച്ചു കൊള്ളട്ടെ. എന്നാൽ ആ സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതിനാൽ ഈജിപ്ത് രാജാവ് അവരോട് പറഞ്ഞതുപോലെ ചെയ്തില്ല. അവർ ആൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു. ആകയാൽ ഈജിപ്ത് രാജാവ് സൂതികർമ്മിണികളെ വിളിച്ച് അവരോട് ചോദിച്ചു, നിങ്ങൾ ഇക്കാര്യം ചെയ്ത് ആൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചത് എന്തുകൊണ്ട്? സൂതികർമ്മിണികൾ ഫറവോയോട് പറഞ്ഞു, ഈജിപ്തുകാരികളെ പോലെയല്ല ഹെബ്രായ സ്ത്രീകൾ. അവർ ഓജസ്സുറ്റവരാകിയാൽ സൂതികർമ്മിണി അവരുടെ പക്കൽ എത്തും മുമ്പേ പ്രസവിച്ചിരിക്കും. ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ വരുത്തി. ജനം പെരുകി, അവർ ഏറെ ശക്തരായി. സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്കായി കുടുംബങ്ങൾ സംസ്ഥാപിച്ചു. അപ്പോൾ ഫറവോ തന്റെ സകല ജനത്തോടും ഇപ്രകാരം കൽപ്പിച്ചു, ജനിക്കുന്ന ഓരോ പുത്രനെയും നദിയിലേക്ക് എറിയുവിൻ, ഓരോ പുത്രിയും ജീവിച്ചു കൊള്ളട്ടെ. അധ്യായം 2. മോശയുടെ ജനനം. ലേവി കുടുംബത്തിൽപ്പെട്ട ഒരാൾ ചെന്ന് ലേവിയുടെ ഒരു പുത്രിയെ സ്വീകരിച്ചു. ആ സ്ത്രീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൻ കോമളനാണെന്ന് കണ്ട് അവനെ അവൾ 3 മാസം ഒളിപ്പിച്ചു. അവനെ ഇനിയും ഒളിപ്പിക്കാൻ സാധിക്കാതായപ്പോൾ അവൾ അവനായി ഒരു പപ്പീറസ് പെട്ടകമെടുത്ത് കളിമണ്ണും താറും പൂശി അതിൽ ശിശുവിനെ കിടത്തി നൈൽ തീരത്ത് ഞാങ്ങണകൾക്കിടയിൽ വെച്ചു. അവനോട് എന്തു ചെയ്യുമെന്നറിയാനായി അവന്റെ സഹോദരി അകലെയായി നിന്നിരുന്നു. അപ്പോൾ ഫറവോയുടെ പുത്രി കുളിക്കാനായി നദിയിലിറങ്ങി. അവളുടെ ഭൃത്യകൾ നദീതീരത്ത് നടക്കുകയായിരുന്നു. അവൾ ഞാങ്ങണക്കിടയിൽ ആ പെട്ടകം കണ്ടു. തന്റെ ഒരു ദാസിയെ അയച്ച് അവൾ അതെടുത്തു. അവൾ അത് തുറന്നപ്പോൾ ശിശുവിനെ കണ്ടു. അതാ കുട്ടി കരയുകയായിരുന്നു. അവന്റെ മേൽ അനുകമ്പ തോന്നി അവൾ പറഞ്ഞു, ഇവൻ ഹെബ്രായ ശിശുക്കളിൽ പെട്ടവനാണ്. അപ്പോൾ അവന്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു, ഞാൻ പോയി നിനക്ക് വേണ്ടി ഹെബ്രായ സ്ത്രീകളിൽ നിന്ന് മുലയൂട്ടുന്ന ഒരുവളെ വിളിക്കട്ടെയോ? അവൾ നിനക്ക് വേണ്ടി ശിശുവിനെ മുലയൂട്ടും. പോവുക, ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു. ആ പെൺകുട്ടി പോയി ശിശുവിന്റെ അമ്മയെ വിളിച്ചു. ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടുക, ഞാൻ നിന്റെ ശമ്പളം തന്നുകൊള്ളാം. ആ സ്ത്രീ ശിശുവിനെ സ്വീകരിച്ച് അവനെ മുലയൂട്ടി. ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ പക്കൽ കൊണ്ടുവന്നു. അവൻ അവൾക്ക് പുത്രനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് എടുത്തതുകൊണ്ട് എന്ന് പറഞ്ഞ് അവൾ അവന് മോശ എന്ന് പേരിട്ടു. മോശയുടെ പലായനം.
മോശ വളർച്ചയെത്തിയ ആ ദിനങ്ങളിൽ തന്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് ചെല്ലാനും അവരുടെ കഠിന ജോലികൾക്ക് ദൃക്സാക്ഷിയാകാനും ഇടയായി. സ്വന്തം സഹോദരരിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നതും അവൻ കണ്ടു. അവൻ അപ്പുറം ഇപ്പുറം തിരിഞ്ഞ് ഒരാളുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവു ചെയ്തു. 2-ാം ദിവസം അവൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ ഹെബ്രായരായ 2 ആളുകൾ ശണ്ടുകൂടുന്നു. അക്രമിയോട് അവൻ ചോദിച്ചു, നീ എന്തിനാണ് നിന്റെ അയൽക്കാരനെ പ്രഹരിക്കുന്നത്? അപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് നിന്നെ ഞങ്ങളുടെ മേൽ അധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത്? ഈജിപ്തുകാരനെ കൊന്ന പോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ മോശ ഭയപ്പെട്ടു. അവൻ ആത്മഗതം ചെയ്തു, അക്കാര്യം പരസ്യമായിരിക്കുന്നു തീർച്ച. ഫറവോ ഇക്കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു. പക്ഷേ മോശ ഫറവോയുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടി മിദ്യാൻ ദേശത്ത് വസിച്ചു. അവൻ കിണറ്റിൻകരയിലിരുന്നു. മിദ്യാനിലെ പുരോഹിതന് 7 പെൺമക്കളുണ്ടായിരുന്നു. തങ്ങളുടെ പിതാവിന്റെ ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കാനായി അവർ വന്ന തൊട്ടികളിൽ വെള്ളം കോരി നിറയ്ക്കുമ്പോൾ ആട്ടിടയന്മാർ വന്ന് അവരെ ആട്ടിപ്പായിച്ചു. എന്നാൽ മോശ എഴുന്നേറ്റ് അവരെ രക്ഷിക്കുകയും അവരുടെ ആടുകളെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ പിതാവായ റെബുവേലിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന് നേരത്തെ വരാനിടയായതെങ്ങനെ? അവർ പറഞ്ഞു, ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളെ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു. ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരുക പോലും ചെയ്ത് അയാൾ ആടുകളെ കുടിപ്പിച്ചു. അവൻ തന്റെ പുത്രിമാരോട് ചോദിച്ചു, എന്നിട്ട് അയാൾ എവിടെ? ഇതെന്താ നിങ്ങൾ അയാളെ ഉപേക്ഷിച്ചു പോന്നത്? ഭക്ഷണം കഴിക്കാനായി അയാളെ ക്ഷണിക്കുവേൻ. അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ സമ്മതിച്ചു. അവൻ തന്റെ മകൾ സിപ്പോറായെ മോശയ്ക്ക് നൽകി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അന്യനാട്ടിൽ പ്രവാസിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് മോശ അവന് ഗർഷോം എന്ന് പേരിട്ടു. ആ നീണ്ട നാളുകൾക്കിടയിൽ ഈജിപ്റ്റ് രാജാവ് മരിച്ചു. അടിമത്തം മൂലം ഇസ്രായേലിയർ നെടുവീർപ്പിട്ടു. അവർ നിലവിളിച്ചു. അടിമത്തം മൂലമുള്ള അവരുടെ മുറവിളി ദൈവത്തിങ്കലേക്ക് ഉയർന്നു. ദൈവം അവരുടെ ദീനരോധനം ശ്രവിച്ചു. അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള തന്റെ ഉടമ്പടി ദൈവം ഓർത്തു. ദൈവം ഇസ്രായേലിയരെ കടാക്ഷിച്ചു. അവരുടെ ധൈര്യം അറിയുകയും ചെയ്തു. പുറപ്പാട് അധ്യായം 3. മോശയെ വിളിക്കുന്നു. മോശ തന്റെ അമ്മായപ്പനായ മിദ്യാനിലെ പുരോഹിതൻ ജത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ മരുഭൂമിക്കപ്പുറത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോറബിലേക്ക് വന്നെത്തി. അപ്പോൾ മുൾപ്പടർപ്പിന്റെ മധ്യേ അഗ്നിജ്വാലയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ കണ്ടു, അതാ മുൾപ്പടർപ്പ് അഗ്നിയാൽ എരിയുന്നു. എങ്കിലും ആ മുൾപ്പടർപ്പ് ചാമ്പലാകുന്നില്ല. അപ്പോൾ മോശ ആത്മഗതം ചെയ്തു, ഞാൻ അങ്ങോട്ട് ചെന്ന് ആ മഹാദൃശ്യം കാണട്ടെ. എന്തുകൊണ്ട് മുൾപ്പടർപ്പ് എരിഞ്ഞു അമരുന്നില്ല? അവൻ അത് കാണാൻ തിരിയുന്നു എന്ന് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോശേ മോശേ. അവൻ പറഞ്ഞു, ഇതാ ഞാൻ. അവിടുന്ന് അരുൾ ചെയ്തു, ഇങ്ങോട്ട് അടുക്കരുത്. നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പുകൾ അഴിക്കുക. എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ നിലമാണ്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, ഞാൻ നിന്റെ പിതാവിന്റെ ദൈവമാണ്, അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. ദൈവത്തെ വീക്ഷിക്കാൻ ഭയപ്പെട്ടതുകൊണ്ട് മോശ മുഖം മറച്ചു. വീണ്ടും കർത്താവ് അരുൾ ചെയ്തു, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ദുരിതം ഞാൻ കാണുക തന്നെ ചെയ്തിരിക്കുന്നു. അതിന്റെ മേൽനോട്ടക്കാർ മൂലമുള്ള അവരുടെ രോദനം ഞാൻ കേട്ടിരിക്കുന്നു. തീർച്ചയായും അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും ആ നാട്ടിൽ നിന്ന് നല്ലതും വിസ്തൃതവുമായൊരു നാട്ടിലേക്ക്, തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക്, കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസിയർ, ഹിവ്യർ, ജബൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാനുമാണ്. ഇപ്പോൾ ഇതാ ഇസ്രായേല്യരുടെ രോദനം എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ അടിച്ചമർത്തുന്ന മർദ്ദനം ഞാൻ കാണുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നീ ഇപ്പോൾ പോകുക. ഞാൻ നിന്നെ ഫറവോയുടെ അടുത്തേക്ക് അയക്കുന്നു. എൻ്റെ ജനമായ ഇസ്രായേല്യരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് ചോദിച്ചു, ഫറവോയുടെ പക്കൽ പോകാനും ഇസ്രായേല്യരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ നിന്നോടുകൂടെ തീർച്ചയായും ഉണ്ടായിരിക്കും. ഞാൻ തന്നെയാണ് നിന്നെ അയക്കുന്നതെന്നതിന് ഇതായിരിക്കും നിനക്കുള്ള അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ശുശ്രൂഷിക്കും. ദൈവത്തിന്റെ നാമം. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേലിയരുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ എന്നോട് ചോദിക്കും, അവിടുത്തെ പേരെന്താണ്? അപ്പോൾ ഞാൻ അവരോട് എന്തു പറയും? ദൈവം മോശയോട് അരുൾ ചെയ്തു, ഞാൻ ആയിരിക്കുന്നവനായിരിക്കും. തുടർന്ന് അവിടുന്ന് പറഞ്ഞു,
ഇസ്രായേല്യരോട് നീ ഇങ്ങനെ പറയണം, ആയിരിക്കുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ദൈവം മോശയോട് വീണ്ടും അരുൾ ചെയ്തു, ഇസ്രായേല്യരോട് നീ ഇങ്ങനെ പറയണം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമം, ഇതാണ് തലമുറ തലമുറയിലേക്കുള്ള എൻ്റെ ഓർമ്മ. നീ പോയി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി അവരോട് പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നോട് അരുൾ ചെയ്തിരിക്കുന്നു. നിങ്ങളെയും ഈജിപ്തിൽ നിങ്ങളോട് ചെയ്യപ്പെടുന്നതും ഞാൻ തീർച്ചയായും സന്ദർശിച്ചിരിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈജിപ്തിലെ ദുരിതത്തിൽ നിന്ന് കാനാന്യരുടെയും ഹിത്യരുടെയും അമൂര്യരുടെയും പെരിസ്യരുടെയും ഹിവ്യരുടെയും ജബൂസ്യരുടെയും നാട്ടിലേക്ക്, തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അവർ നിന്റെ സ്വരം ശ്രവിക്കും. അനന്തരം നീയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരും ഈജിപ്ത് രാജാവിൻ്റെ അടുക്കൽ ചെല്ലണം. നിങ്ങൾ അവനോട് പറയണം, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ പക്കൽ സന്നിഹിതനായിരിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ മരുഭൂമിയിൽ 3 ദിവസത്തെ യാത്ര പോകട്ടെ. എന്നാലും കരുത്തുറ്റ കരത്താലല്ലാതെ ഈജിപ്ത് രാജാവ് നിങ്ങളെ പോകാൻ അനുവദിക്കുകയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ കരം നീട്ടി ഈജിപ്തിൻ്റെ മധ്യേ ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ അത്ഭുതങ്ങൾ കൊണ്ടും ഞാൻ അതിനെ പ്രഹരിക്കും. അതിനുശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും. ഈജിപ്തുകാരുടെ ദൃഷ്ടികളിൽ ഈ ജനത്തോടുള്ള പ്രീതി ഞാൻ ഉളവാക്കും. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ ഒന്നുമില്ലാത്തവരായി പോകേണ്ടി വരില്ല. ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും അവളുടെ വീട്ടിലെ അതിഥിയോടും സ്വർണ്ണ ഉരുപ്പടികളും വെള്ളി ഉരുപ്പടികളും വസ്ത്രങ്ങളും ആവശ്യപ്പെടണം. അവ നിങ്ങളുടെ പുത്രീപുത്രന്മാരെ അണിയിക്കണം. അങ്ങനെ നിങ്ങൾ ഈജിപ്തുകാരെ കൊള്ളയടിക്കണം. സങ്കീർത്തനങ്ങൾ 49 മുതൽ 54 വരെ. സങ്കീർത്തനം 49. ഭൗതിക സമ്പത്തിന്റെ നശ്വരത. സമസ്ത ജനങ്ങളെ ഇത് കേൾക്കുവേൻ, സമസ്ത ഭൂവാസികളെ ചെവിയോർക്കുവേൻ. സാധാരണക്കാരും ഉന്നതരും ധനികനും ദരിദ്രനും ഒരുമിച്ച് തന്നെ. എൻ്റെ വായ് ജ്ഞാന വിഷയങ്ങൾ സംസാരിക്കും. എൻ്റെ ഹൃദയത്തിൻ്റെ ധ്യാനം വിവേക വിഷയങ്ങളാണ്. സുഭാഷിതത്തിന് ഞാൻ ചെവി ചായ്ക്കും. കിന്നരം കൊണ്ട് ഞാൻ എൻ്റെ കടങ്കഥ വിശദമാക്കും. ക്ലേശകാലത്ത് ഞാൻ എന്തിനു ഭയപ്പെടണം? എന്നെ ചതിക്കുന്നവരുടെ കുറ്റം എന്നെ വലയം ചെയ്യുന്നു. തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുന്നവരാണവർ. തങ്ങളുടെ സമ്പൽ സമൃദ്ധിയിൽ അവർ അഹങ്കരിക്കുകയും ചെയ്യുന്നു. മനുഷ്യന് ആരെയും പൂർണ്ണമായി വീണ്ടെടുക്കാനാകില്ല. സ്വന്തം മോചനദ്രവ്യം ദൈവത്തിന് കൊടുക്കാനുമാകില്ല. ജീവന്റെ പരിത്രാണ വില അമൂല്യമാണ്. അതൊരിക്കലും പര്യാപ്തമല്ല. തുടർന്നും ശാശ്വതമായി ജീവിക്കാനും കുഴി കാണാതിരിക്കാനും തീർച്ചയായും ജ്ഞാനികൾ മരിക്കുന്നതും ഭോഷനും ബുദ്ധിഹീനനും ഒരുമിച്ച് നശിക്കുന്നതും അവൻ കാണും. അവർ തങ്ങളുടെ സമ്പത്ത് മറ്റുള്ളവർക്കായി കൈവെടിയും. തങ്ങളുടെ ഭവനങ്ങൾ എന്നേക്കുമുള്ളതാണെന്നും സ്വവസതികൾ തലമുറകളോളമാണെന്നുമായിരുന്നു അവരുടെ ചിന്ത. നിലങ്ങൾക്ക് മേൽ തങ്ങളുടെ പേരുകൾ അവർ ചാർത്തിയിരുന്നു. മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല. നശിച്ചു പോകുന്ന മൃഗങ്ങളോട് അവൻ ഉപമിക്കപ്പെടുന്നു. അവർക്കുണ്ടായിരുന്ന ഭോഷത്വം അതായിരുന്നു അവരുടെ വഴി. അവർക്ക് ശേഷമുള്ളവർ അവരുടെ പങ്കുകൊണ്ട് പ്രീതരാകുന്നു. ആട്ടിൻപറ്റം പോലെ അവർ പാതാളത്തിലേക്ക് നീങ്ങുന്നു. മൃത്യുവാണ് അവരെ മേയിക്കുന്നത്. അവരുടെ ജഡം ശവകുടീരത്തിലേക്ക് ഇറങ്ങും. അവരുടെ ആകൃതി അഴിയാനുള്ളതാണ്. പാതാളമായിരിക്കും അവർക്കുള്ള രമ്യഹർമ്മ്യം. എൻ്റെ ആത്മാവിനെയോ പാതാളത്തിന്റെ പിടിയിൽ നിന്ന് ദൈവം പരിത്രാണം ചെയ്യും. തീർച്ചയായും അവിടുന്ന് എന്നെ സ്വീകരിക്കും. ഒരുവൻ സമ്പന്നനാകുന്നതുകൊണ്ടും അവന്റെ ഭവനത്തിന്റെ കീർത്തി പെരുകുന്നതുകൊണ്ടും നീ ഭയപ്പെടേണ്ട. തന്റെ മരണത്തിൽ അവനൊന്നും എടുക്കുകയില്ല. അവന്റെ കീർത്തി അവന്റെ പിൻപേ ഇറങ്ങുകയില്ല. എന്തെന്നാൽ തന്റെ ജീവിതത്തിൽ അവൻ സ്വയം വാഴ്ത്തി. നീ എല്ലാം നന്നായി ചെയ്യുന്നു എന്ന് ആളുകൾ നിന്നെ പ്രശംസിച്ചു. സ്വപിതാക്കന്മാരുടെ തലമുറയിൽ അവൻ ചെന്നു ചേരും. ഇനിമേൽ അവൻ പ്രകാശം കാണുകയില്ല. പ്രതാപിയെങ്കിലും ഉൾക്കാഴ്ചയില്ലാത്ത മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങളോട് ഉപമിക്കപ്പെടുന്നു. സങ്കീർത്തനം 50. കൃതജ്ഞത യഥാർത്ഥ ബലി. ദൈവം തമ്പുരാനായ കർത്താവ് സംസാരിക്കുകയും സൂര്യോദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുകയും ചെയ്യുന്നു. സൗന്ദര്യ തികവായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, അവിടുന്ന് മൗനമായിരിക്കുകയില്ല. അവിടുത്തെ മുൻപിൽ തീ എരിയുന്നു. അവിടുത്തെ ചുറ്റും ശക്തമായ കൊടുങ്കാറ്റടിക്കുന്നു. അവിടുന്ന് തന്റെ ജനത്തെ വിധിക്കാൻ മുകളിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു.
ബലിയോട് ചേർന്ന് എൻ്റെ ഉടമ്പടി ഉറപ്പിച്ചിട്ടുള്ള എൻ്റെ ഭക്തരെ എനിക്കായി ഒന്നിച്ചു ചേർക്കുവിൻ. ആകാശങ്ങൾ അവിടുത്തെ നീതി വർണ്ണിക്കുന്നു. എന്തെന്നാൽ ദൈവം തന്നെയാണ് ന്യായാധിപൻ. എൻ്റെ ജനമേ കേൾക്ക, ഇസ്രായേലെ ഞാൻ സംസാരിക്കട്ടെ. ഞാൻ നിനക്കെതിരെ സാക്ഷ്യം നൽകട്ടെ. നിന്റെ ദൈവമായ ഞാനാണ് ദൈവം. നിന്റെ ബലികളെക്കുറിച്ചല്ല നിന്നെ ഞാൻ ശാസിക്കുന്നത്. നിന്റെ ദഹനയാഗങ്ങൾ നിരന്തരം എൻ്റെ മുൻപിലുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് മൂരിയെ ഞാൻ സ്വീകരിക്കുകയില്ല. നിന്റെ ആട്ടിൻ പറ്റങ്ങളിൽ നിന്ന് മുട്ടാടുകളെയും. ഓരോ കാനന ജീവിയും എൻ്റേതു തന്നെ. ആയിരക്കണക്കിന് കുന്നുകളിലെ മൃഗങ്ങളും പർവ്വതങ്ങളിലെ ഓരോ പറവയെയും ഞാൻ അറിയുന്നു. വന്യജന്തുജാലം എന്നോടൊപ്പമുണ്ട്. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ലോകവും അതിലുള്ളവയും എൻ്റേതാണല്ലോ. ഞാൻ കാളക്കൂറ്റന്മാരുടെ മാംസം തിന്നുമോ? മുട്ടാടുകളുടെ രക്തം കുടിക്കുമോ? കൃതജ്ഞത നീ ദൈവത്തിന് ബലിയർപ്പിക്കുക. അത്യുന്നതനുള്ള നിന്റെ നേർച്ചകൾ നിറവേറ്റുക. അനർത്ഥത്തിന്റെ ദിനത്തിൽ എന്നെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിന്നെ അതിൽ നിന്ന് വിടുവിക്കും. നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു, എൻ്റെ ചട്ടങ്ങൾ വിവരിക്കാൻ നിനക്കെന്ത് കാര്യം? എൻ്റെ ഉടമ്പടി നീ നിന്റെ അധരത്തിൽ വഹിക്കുന്നു. എന്നാൽ നീ ശിക്ഷണം വെറുക്കുന്നു. എൻ്റെ വചനങ്ങൾ നീ പുറന്തള്ളുന്നു. കള്ളനെ കണ്ടാൽ നീ അവനുമായി കൂട്ടുകൂടും. വ്യഭിചാരികളോടൊത്താണ് നിന്റെ ഓഹരി. നിന്റെ വായ് നീ തിന്മയ്ക്ക് അഴിച്ചുവിട്ടിരിക്കുന്നു. നിന്റെ നാവ് വഞ്ചന കൂട്ടിയിണക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരനെതിരായി സംസാരിക്കുന്നു. നിന്റെ മാതൃതനയനെതിരെ അധിക്ഷേപം നടത്തുന്നു. നീ ഇവ ചെയ്തു. ഞാൻ മൗനം ദീക്ഷിച്ചപ്പോൾ നിന്നെ പോലെ തന്നെയാണ് ഞാൻ എന്ന് നീ കരുതി. ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ മുമ്പിൽ അവ നിർത്തിവെക്കും. സർവേശ്വരനെ മറക്കുന്നവരെ ഇത് ബോധ്യപ്പെട്ടുകൊള്ളുവേൻ. അല്ലെങ്കിൽ മോചിപ്പിക്കാൻ ആരുമില്ലാതെ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും. കൃതജ്ഞത ബലിയായി അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അവൻ ജീവിതചര്യ ക്രമപ്പെടുത്തുന്നവനാണ്. ദൈവിക രക്ഷ ആസ്വദിക്കാൻ അവന് ഞാൻ ഇടയാക്കും. സങ്കീർത്തനം 51. ദൈവമേ കനിയണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ ആർദ്രതയുടെ ആധിക്യത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ കുറ്റത്തിൽ നിന്ന് എന്നെ നിശേഷം കഴുകണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എന്തെന്നാൽ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. അങ്ങയോട് മാത്രം ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അങ്ങയുടെ വിധിവചനങ്ങളിൽ അങ്ങ് നീതിമാനായിരിക്കേണ്ടതിന് അങ്ങയുടെ ന്യായവിധിയിൽ അങ്ങ് സുതാര്യനാണ്. ഇതാ, അപരാധത്തിലാണ് ഞാൻ ഉരുവാക്കപ്പെട്ടത്. പാപത്തിലാണ് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്. ഇതാ, ആന്തരിക വിശ്വസ്തതയാണ് അങ്ങ് ഇഷ്ടപ്പെടുന്നത്. ആകയാൽ എനിക്ക് അന്തരംഗത്തിൽ ജ്ഞാനം അറിവാക്കി തരണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പാപമുക്തനാക്കണമേ. ഞാൻ ശുദ്ധിയുള്ളവനാകും. അങ്ങ് എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ആമോദവും സന്തോഷവും എന്നെ കേൾപ്പിക്കണമേ. അങ്ങ് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എൻ്റെ അപരാധങ്ങളെല്ലാം മായ്ച്ചു കളയണമേ. ദൈവമേ, ശുദ്ധിയുള്ള ഒരു ഹൃദയം എനിക്കായി സൃഷ്ടിക്കണമേ. എന്നിലെ ചൈതന്യം സ്ഥിരമുള്ളതായി നവീകരിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാരൂപിയെ എന്നിൽ നിന്ന് എടുക്കരുതേ. അങ്ങയുടെ രക്ഷയുടെ ആമോദം എനിക്ക് തിരികെ തരണമേ. ഒരുക്കമുള്ള ചൈതന്യം എന്നെ താങ്ങി നിർത്തട്ടെ. അതിക്രമികളെ അങ്ങയുടെ വഴികൾ ഞാൻ പഠിപ്പിക്കും. പാപികൾ അങ്ങേ പക്കലേക്ക് തിരിച്ചു വരട്ടെ. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ നീതി ആർത്തുപാടും. നാഥ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. എൻ്റെ വായ അങ്ങയുടെ സ്തുതി വർണ്ണിക്കും. എന്തെന്നാൽ ബലി അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഹോമയാഗം നൽകിയാൽ അങ്ങ് പ്രസാദിക്കുകയുമില്ല. തകർന്ന മനസ്സാണ് ദൈവത്തിനുള്ള ബലികൾ. തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയം ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങയുടെ പ്രസാദത്തിൽ സിയോനെ നന്നാക്കണമേ. ജെറുസലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ അങ്ങ് നീതിപൂർവകമായ ബലികളും ഹോമയാഗവും സമ്പൂർണ്ണയാഗവും ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിന്മേൽ അവർ മൂരികളെ ഹോമിക്കും. സങ്കീർത്തനം 52. അക്രമിയുടെ അവസാനം. അല്ലയോ വമ്പനായ മനുഷ്യ, തമ്പുരാന്റെ കരുണ ദിനം മുഴുവൻ ഉണ്ടായിരിക്കെ തിന്മയിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? വഞ്ചന ചെയ്യുന്നവനെ നീ വിനാശം നിരൂപിക്കുന്നു. നിന്റെ നാവ് മൂർച്ചയുള്ള കത്തി പോലെയാണ്. നീ നന്മയേക്കാൾ തിന്മ ഇഷ്ടപ്പെടുന്നു, നീതി സംസാരിക്കുന്നതിനേക്കാൾ വ്യാജവും. വഞ്ചനയുടെ നാവേ, വിനാശവചനങ്ങളെല്ലാം നീ ഇഷ്ടപ്പെടുന്നു. നിന്നെ തമ്പുരാൻ തന്നെ എന്നേക്കുമായി തകർക്കും. അവിടുന്ന് നിന്നെ കൂടാരങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത് ചീന്തിക്കളയും.
ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് അവിടുന്ന് നിന്നെ പിഴുതുകളയും. നീതിമാന്മാർ കാണുകയും ഭയപ്പെടുകയും ചെയ്യും. അവർ അവന്റെ മേൽ പരിഹാസം ചുരിയും. ഇതാ ദൈവത്തെ തന്റെ സങ്കേതമായി കരുതാത്ത വമ്പൻ. സ്വന്തം സമ്പൽ സമൃദ്ധിയിൽ ഇവൻ ആശ്രയിച്ചു. സ്വന്തം വിനാശ പദ്ധതിയിലൂടെ ഇവൻ ശക്തിപ്പെട്ടു. ദൈവഭവനത്തിൽ ഇലതൂർന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ. ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഞാൻ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങ് പ്രവർത്തിച്ചതുകൊണ്ട് അങ്ങേക്ക് ഞാൻ എന്നേക്കും കൃതജ്ഞതയർപ്പിക്കും. ഞാൻ അങ്ങയുടെ നാമം കാത്തിരിക്കും. അങ്ങേ ഭക്തരുടെ മുമ്പിൽ അത് ഉചിതമാണല്ലോ. സങ്കീർത്തനം 53. ദൈവനിഷേധകന്റെ മൗഢ്യം. ദൈവമില്ല എന്ന് ഭോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ ദുഷിച്ചിരിക്കുന്നു, മ്ലേച്ഛമായി പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്ന ആരുമില്ല. ദൈവത്തെ തേടുന്ന ദിഷ്ണാശാലിയുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നിരീക്ഷിക്കുന്നു. ഓരോരുത്തരും വഴിമാറി ഒന്നുപോലെ വഷളായി. നന്മ ചെയ്യുന്ന ആരുമില്ല, ഒരുവൻ പോലുമില്ല. ദുഷ്കർമ്മികൾ അറിയുന്നില്ലേ? എന്റെ ജനത്തെ ഭക്ഷിക്കുന്നവർ അപ്പം തിന്നുന്നു. ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. ഭയം വേണ്ടാത്തിടത്ത് അവർ ഭയവിവശരായി. എന്തെന്നാൽ നിന്നെ ഉപരോധിച്ചവന്റെ അസ്ഥികൾ ദൈവം ചിതറിച്ചു. അവർ ലജ്ജിതരായി. ദൈവം അവരെ കൈവെടിഞ്ഞു. തീർച്ച ഇസ്രായേലിന്റെ രക്ഷ സിയോനിൽ നിന്നുണ്ടായെങ്കിൽ, ദൈവം തന്റെ ജനത്തിന്റെ അടിമത്തം നീക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. സങ്കീർത്തനം 54. ദൈവം എനിക്ക് സഹായം. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ കരുത്താൽ എനിക്കായി ന്യായം വിധിക്കണമേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വായ്മൊഴികൾ ശ്രവിക്കണമേ. അന്യർ എനിക്കെതിരെ എഴുന്നേൽക്കുന്നു. നിഷ്ഠൂരർ എൻ്റെ ജീവൻ അന്വേഷിക്കുന്നു. തങ്ങളുടെ മുൻപിൽ അവർ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നില്ല. ഇതാ ദൈവമാണ് എനിക്ക് സഹായകൻ. എൻ്റെ ജീവൻ താങ്ങുന്നവരോടുകൂടെ നാഥനുണ്ട്. എനിക്കായി പതിയിരിക്കുന്നവർക്ക് അവിടുന്ന് തിന്മ മടക്കി കൊടുക്കും. അങ്ങയുടെ വിശ്വസ്തതയാൽ അവരെ ഉന്മൂലനം ചെയ്യണമേ. സ്വാഭീഷ്ട കാഴ്ചകൊണ്ട് ഞാൻ അങ്ങേക്ക് ബലി അർപ്പിക്കും. കർത്താവേ, അങ്ങയുടെ നാമം ഞാൻ പുകഴ്ത്തും. തീർച്ചയായും അത് നല്ലതാണ്. എന്തെന്നാൽ അങ്ങ് എന്നെ സർവ്വദുരിതത്തിൽ നിന്നും മോചിപ്പിച്ചു. എൻ്റെ ശത്രുക്കളിൽ എൻ്റെ കണ്ണുകൾ കൗതുകം പൂണ്ടു.